കോൺഗ്രസിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസിൻ്റെ അകത്തെ പ്രമുഖനായ നേതാവ് സുധാകരനെ എന്തിനാണ് മാറ്റുന്നത് എന്ന ചോദ്യത്തിന് സാമുദായിക പശ്ചാത്തലം ഒരുക്കാനാണ് എന്ന വാദത്തോടെ ഒരു പാർട്ടി അതിൻ്റെ മൂല്യച്യുതികളെ അങ്ങേയറ്റം വരെ എത്തുന്നു എന്നുള്ളതാണ്. സുധാകരനെ പോലുള്ള ഒരാളെ മാറ്റി വേറൊരു സാമുദായിക പശ്ചാത്തലം രൂപപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി എടുക്കുന്ന നിലപാട് വലിയ രീതിയിലുള്ള ഒരു അപജയമാണ് സൂചിപ്പിക്കുക. സുധാകരന് ഉള്ളപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സംഘർഷാത്മകമായ സാഹചര്യമാണ് ഇപ്പോഴും പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ്സിൽ. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സുധാകരൻ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞു, കുറേ ആളുകൾ മുഖ്യമന്ത്രിയാവാൻ നടക്കുകയാണ്. ഇന്നത്തെ രീതിയിൽ അവരാരും മുഖ്യമന്ത്രിയാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയുണ്ടായി. എന്നെ ചതിച്ചിരിക്കുകയാണ്. എന്നെ ചതിക്കുന്നതിന് പിന്നിൽ കേരളത്തിൽ നിന്നും അഖിലേന്ത്യാ തലത്തിൽ വന്നവർ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് പങ്കുവഹിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ സംഘടനാ മാറ്റത്തിലൂടെ, പ്രത്യേകിച്ച് പ്രസിഡന്റ് അതുപോലെ തന്നെ നേതൃത്വ മാറ്റത്തിലൂടെ വലിയ സംഘർഷാത്മകമായ സാഹചര്യം അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴെല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. ഈ സാമുദായിക സമവാക്യം മാത്രം മാനദണ്ഡമാക്കി അതിൻ്റെ എല്ലാ UDFൻ്റെ കൺവീനർ, അതുപോലെ KPC പ്രസിഡന്റ്, മറ്റ് സ്ഥാനങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ, ഇതിലെല്ലാം നമ്മൾ കൃത്യമായി കാണുന്നത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നതിനപ്പുറത്തേക്കൊരു സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തും. എന്നാൽ ചില സമുദായങ്ങൾ, പിന്നൊക്കെ സമുദായങ്ങളൊക്കെ ചിലത് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യം കാണുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല. രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ സമുദായം നോക്കിയിട്ടല്ലല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു പാർട്ടിയെ ജനാധിപത്യപരമായ രീതിയിൽ നയിക്കുന്നില്ല. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ചില ആൾക്ക് താല്പര്യം അനുസരിച്ച് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്, ചില ആളുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്, ചില ആളുകൾക്ക് പുതിയ പദവി നൽകുകയാണ്. അത്ര കണ്ടാൽ മതി. അത് ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രീതിയല്ല യഥാർത്ഥത്തിൽ. അവർക്ക് ആഗ്രഹമുള്ള ആളുകളെ എടുക്കുക, ആഗ്രഹമില്ലാത്തവരെ ഒഴിവാക്കുക ഗ്രൂപ്പിൻ്റെ പുതിയ രീതിയാണ്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ സങ്കീർണതയോടുകൂടി അവരഭിമുഖീകരിക്കാനും പോവുകയാണ് കോൺഗ്രസ്. ഏതായാലും കോൺഗ്രസിന് ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്, അടുത്ത പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അത് ഉറപ്പായിട്ടുണ്ട്.